നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾക്ക് കള്ള് വിൽപ്പന നടത്തിവന്ന കള്ളുഷാപ്പ് ജീവനക്കാരനെ ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചങ്ങരംകുളം കോക്കൂരിൽ കള്ളുഷാപ്പ് ജീവനക്കാരനായ കടവല്ലൂർ സ്വദേശി കുന്നത്ത് ഞാലിൽ സജീവിനെയാണ് ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച രാത്രിയോടെയാണ് സംഭവം. ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയുടെ ഭാഗമായി ചങ്ങരംകുളം പോലീസ് നടത്തിയ പരിശോധനയിലാണ് കോക്കൂരിൽ നിന്ന് മദ്യപിച്ച നിലയിൽ 9ഓളം വിദ്യാർത്ഥികളെ പോലീസ് കണ്ടെത്തിയത്. വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തതോടെയാണ് സമീപത്തെ കള്ളുഷാപ്പിൽ നിന്ന് കള്ളു കുടിച്ചതാണെന്നും സ്ഥിരമായി കള്ളു കുടിക്കാറുണ്ടെന്നും മൊഴി നൽകിയത്. സംഭവം അറിഞ്ഞ ഉടനെ ചങ്ങരംകുളം SI നസിയ M സാഹിബ്, SI ശ്രീലേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കള്ളുഷാപ്പിലെത്തി ജീവനക്കാരനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ ഇയാൾ കുറ്റം സമ്മതിച്ചു. സംഭവത്തിൽ കള്ളുഷാപ്പ് ഉടമയ്ക്കെതിരെയും കേസെടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അറസ്റ്റിലായ സജീവനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഏത് നിമിഷവും വാഹനാപകടം സംഭവിച്ചേക്കാവുന്ന മരണക്കിണിയായി മാറിയിരിക്കുകയാണ് കൂറ്റനാട് ടൗൺ. തൃത്താല, പട്ടാമ്പി, പൊന്നാനി, ഗുരുവായൂർ എന്നിങ്ങനെ 4 പ്രധാന റോഡുകൾ സംഗമിക്കുന്ന പ്രധാന ജംഗ്ഷനിൽ യാത്രക്കാരുടെ ജീവന് സുരക്ഷയില്ലാത്ത അവസ്ഥയാണ്. കടുത്ത ഗതാഗതക്കുരുക്കിനിടയിലേക്കാണ് കാൽനടയാത്രക്കാരുടെയും വാഹനയാത്രക്കാരുടെയും ജീവന് ഭീഷണിയായി റോഡിൽ വൻകുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് താൽക്കാലികമായി കോൺക്രീറ്റിട്ടടച്ച കുഴികളെല്ലാം ആദ്യ മഴയിൽ തന്നെ ഒലിച്ചുപോയി പഴയ അവസ്ഥയിലായി. ഇതിനു പുറമെയാണ് റോഡരികിൽ അശാസ്ത്രീയമായി കൂട്ടിയിട്ടിരിക്കുന്ന മെറ്റലുകൾ കൂട്ടമായി റോഡിലേക്ക് പരന്നൊഴുകുന്നത്. മഴ ശക്തമായതോടെ റോഡ് അതീവ ദുർഘടമായി മാറിയിരിക്കുകയാണ്. ഈ മെറ്റലിൽ തന്നെയും വലിയ കുഴികളിൽ ചാടിയും ഇരുചക്രവാഹന യാത്രക്കാരാണ് ദിനംപ്രതി അപകടത്തിൽപ്പെടുന്നത്. ഭൂരിഭാഗം പേർക്കും ഗുരുതരമായി പരിക്കേൽക്കുന്നുമുണ്ട്. നിലവിൽ റോഡിലൂടെയുള്ള യാത്ര വലിയൊരു ജീവൻ മരണ പോരാട്ടമായി മാറിയിട്ടും ബന്ധപ്പെട്ട PWD അധികൃതർ തികഞ്ഞ നിസ്സംഗതയിലാണെന്നാണ് ആക്ഷേപം. നാട്ടുകാരും വ്യാപാരികളും പലതവണ പരാതികളുമായി അധികൃതരെ സമീപിച്ചെങ്കിലും പരസ്പരം പഴിചാരി ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണ് ഉദ്യോഗസ്ഥർ. ഒരു വലിയ ജീവനഷ്ടമുണ്ടാകാൻ വേണ്ടിയാണോ അധികൃതർ കാത്തിരിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. കൂറ്റനാട് ജംഗ്ഷനിലെ ഈ മരണക്കുഴികൾ അടിയന്തരമായി ശാസ്ത്രീയമായി അടച്ചു തീർക്കണമെന്നും റോഡിലെ തടസ്സങ്ങൾ നീക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ശക്തമായ ആവശ്യം. 2 സംസ്ഥാന ഹൈവേകൾ കടന്നുപോകുന്ന പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയായ തൃത്താല നിയോജകമണ്ഡലത്തിൻ്റെ ആസ്ഥാന ജില്ലയായ കൂറ്റനാട് ടൗണിൽ അപകടങ്ങൾ പതിവാകുകയാണ്. കൂറ്റനാട് ടൗണിലൂടെ നിർദ്ദിഷ്ട കൂറ്റനാട് ഈ ടൗണിലൂടെ കടന്നു പോകേണ്ട സംസ്ഥാന ഹൈവേയുടെ പണി ഇഴഞ്ഞു നീങ്ങുകയാണ്. അതോടൊപ്പം തന്നെ 27 കോടി രൂപ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വകയിരുത്തിയ കൂറ്റനാട് ടൗൺ നവീകരണത്തിൻ്റെ പണി എവിടെയും എത്തിയിട്ടില്ല, തുടങ്ങിയിട്ടില്ല. ദിവസവും ഇവിടെ അപകടങ്ങൾ, ചെറിയ വാഹനങ്ങളായ ബൈക്കുകളാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. ഈ കൂറ്റനാട് ടൗണിൽ സ്ഥിരമായിട്ട് ഈ കുണ്ടും കുഴിയും, വർഷക്കാലമായാലും വേനലായാലും സ്ഥിരമായിട്ട് കുണ്ടും കുഴികൾ വന്നിട്ട് ഉണ്ടാകുന്നൊരു സ്ഥിതി. ആളുകൾ അതിൽ കെട്ടിമറിഞ്ഞ് വീഴുക, മറ്റ് വാഹനങ്ങൾ തമ്മിലിരിക്കുക, അങ്ങനെ നിരന്തരം ഇവിടെ അപകടങ്ങൾ പതിവായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്ത് ശ്രദ്ധ ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുഴികൾ താണ്ടി വേണം പട്ടാമ്പി ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾക്കും യാത്രക്കാർക്കും കയറിപ്പോകണമെങ്കിൽ. ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടങ്ങളിലാണ് വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. അധികൃതരോട് പറഞ്ഞു മടുത്തുവെന്നാണ് ബസ് ജീവനക്കാരുടെയും യാത്രക്കാരുടെയും പ്രതികരണം. ചെറിയ കുഴിയൊന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല. ചെറിയ കുളമാണ് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് കവാടത്തിന് മുന്നിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഒരു മഴ പെയ്താൽ ബസ് സ്റ്റാൻഡ് കവാടത്തിലെ അവസ്ഥയാണ് ഇത്. നഗരസഭയുടെ അധീനതയിലുള്ള ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾക്കും യാത്രക്കാർക്കും കയറണമെങ്കിൽ ഈ വെള്ളക്കെട്ടിലൂടെ കടന്നു പോകണം. വേഗതയിൽ വരുന്ന ബസ്സുകൾ കടന്നു പോകുമ്പോൾ ഈ ചളിക്കുണ്ടിൽ നിന്ന് തെറിക്കുന്ന ചളിവെള്ളം യാത്രക്കാരുടെ ദേഹത്തേക്കാണ് പതിക്കുക. ബസ് സ്റ്റാൻഡ് കവാടത്തിന് മുന്നിലെ ഈ കുഴികൾ നികത്തണമെന്നാവശ്യപ്പെട്ടിട്ടും ആരും നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നാണ് ബസ് ജീവനക്കാരുടെ പരാതി. സ്റ്റാൻഡിലേക്ക് വരുന്ന ഈ കുഴികളൊന്ന് കൊടുക്കാൻ ഇവിടുത്തെ സർക്കാരോ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയോ ആരെങ്കിലും ബന്ധപ്പെട്ട ആൾക്കാർ ഇതിന് നടപടി എടുത്തു തരണം. ബസ്സുകാർക്കും യാത്രക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കുഴി കൊണ്ട്. മഴയും ഇതൊക്കെ കാരണം കുഴിയിൽ വെള്ളം നിന്നിട്ട് വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിക്കിടപ്പതിനാണ്. വണ്ടികൾ ബാക്ക് ഇറങ്ങിയിട്ട് ബാക്കിലത്തെ വണ്ടികൾ തട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടപ്പെട്ട ആൾക്കാർ ഇതിന് നടപടി അധികൃതരോടെ പറഞ്ഞു മടുത്തു. ദുരിതം അനുഭവിക്കുന്നത് ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്ന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവരാണ്. വണ്ടികളിലെ അടി തട്ടുന്നുണ്ട്. അപ്പം അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഇവിടുത്തെ ആരായാലും ഗവൺമെൻറ് ആയാലും കോർപ്പറേഷനായാലും അതിലൊരു പരിഹാരം ഉണ്ടാക്കണം. അതിനെപ്പറ്റി തക്കതായ ഗവൺമെൻറ് ഇടപെടണമെന്നുള്ള ഒരു അഭിപ്രായമാണ്. ബസ് സ്റ്റാൻഡിന് മുന്നിലെ റോഡിന്റെ ഭാഗവും നേരെയാക്കിയിട്ടില്ല.
അഴുക്കുചാലുകളുടെ പ്രവൃത്തികളും മന്ദമതിയിൽ തന്നെ പുരോഗമിക്കുന്നു. വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരും ഇതിന്റെയെല്ലാം ദുരിതം അനുഭവിക്കുകയാണ്. ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ മഴ വന്നു കഴിഞ്ഞാലൊക്കെ ഫുള്ള് ചളിന്തൊക്കെ കയറിയിട്ട് മുന്നേ പ്രാവശ്യം ഇതേമാതിരി കടയിൽ വെള്ളം കയറിയതായിരുന്നു. എന്നിട്ട് അവർ വന്നിട്ട് ശരിയാക്കാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഭയങ്കര അനാസ്ഥയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ വാണിജ്യ നഗരം കൂടിയാണ് പട്ടാമ്പി. അങ്ങനെയുള്ള പട്ടാമ്പിയുടെ ഹൃദയഭാഗമാണ് ഈ വിധം തകർന്നടിഞ്ഞു കിടക്കുന്നത്. മണ്ണ് കൊടുത്തിടാതെ കല്ല് കൊടുത്തിട്ട് നുറുക്കുകയാണെങ്കിൽ കുറേ ചളി ഒഴിവായി കിട്ടും. മറ്റത് മണ്ണ് കൊടുത്തിട്ട് ആ ചളി ഫുള്ളായിട്ട് ടയർമ കയറാണ്. ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ചളി വരികയാണ്. പിന്നെ വെയിൽ തെറിച്ചിട്ട് ഒരു മനുഷ്യർക്ക് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യമായിട്ട് കുറച്ച് കല്ല് കൊടുത്തിടുക, ചളി ആക്കാതിരിക്കാതിരിക്കുക. ഇപ്പോൾ കുറേ ചളി ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാമാർ ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കാന്ന് വെച്ചാൽ വളരെ നന്ദി. യാത്രക്കാരാണ് അടക്കം തട്ടി തടഞ്ഞ് വീഴുന്നുണ്ട്. വെയ്യാത്തവർ വരുന്നുണ്ട്, കണ്ണില്ലാത്തവർ വരുന്നുണ്ട്, കാലില്ലാത്തവർ വരുന്നുണ്ട്. കുറേയൊക്കെ നമുക്ക് കൈ പിടിച്ചാക്കാം. എല്ലാവരും ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ലോ. വർഷങ്ങളായി അപകടങ്ങൾക്കും യാത്രാ ദുരിതത്തിനും പേരുകേട്ട ചാലിശ്ശേരി കൂറ്റനാട് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോഴും യാത്രക്കാരുടെ ദുരിതത്തിന് അറുതിയായിട്ടില്ല. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ 63.79 കോടി രൂപ ചെലവിൽ ചാലിശ്ശേരി തണത്തറ പാലം മുതൽ പട്ടാമ്പി തൃത്താല റോഡ് ജംഗ്ഷൻ വരെയുള്ള 14 കിലോമീറ്റർ ദൂരമാണ് BMN-BC നിലവാരത്തിൽ നവീകരിക്കുന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലും അഴുക്കുചാൽ നിർമ്മാണം, കലുങ്കുകളുടെ നവീകരണം, വീതികൂട്ടൽ, അഴുക്കുചാൽ സംവിധാനം, ബസ് ബേകൾ, കാത്തിരിപ്പു കേന്ദ്രങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ റോഡിന്റെ പല ഭാഗങ്ങളും യാത്രക്കാരുടെ ദുരിതബാധയായി മാറിയിരിക്കുകയാണ്. റോഡുകളിൽ രൂപപ്പെട്ട വലിയ കുഴികളാണ് പ്രധാന വെല്ലുവിളി. മഴയെ തുടർന്ന് ഈ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ അവയുടെ ആഴം തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയാണ്. കുഴികൾ ഒഴിവാക്കാനുള്ള ശ്രമത്തിനിടെ വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും വർദ്ധിച്ചിട്ടുണ്ട്. ചാലിശ്ശേരി അങ്ങാടിക്ക് സമീപം ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ റോഡിന്റെ വശങ്ങൾ കുഴിച്ചിട്ട നിലയിലാണ്. മഴ ശക്തമായതോടെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുകയും റോഡരികുകൾ ചെളിക്കുളങ്ങളായി മാറുകയും ചെയ്തു. ചില ഭാഗങ്ങളിൽ ടാറിംഗ് ഇളകിപ്പോയതും വലിയ കുഴികൾ രൂപപ്പെട്ടതുമൂലം വാഹനങ്ങൾ ബുദ്ധിമുട്ടിയാണ് കടന്നുപോകുന്നത്. കുഴികളിൽ വീണ് ഇരുചക്രവാഹന യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുവഴി യാത്ര ചെയ്യുകയായിരുന്ന കാർ അപകടത്തിൽപ്പെട്ടിരുന്നു. കുഴിയിൽ വീണ് കാറിന്റെ 2 ചക്രങ്ങളും പൊട്ടി വാഹനം റോഡരികിൽ കുടുങ്ങിയ സംഭവവും ഉണ്ടായി. മഴവെള്ളം നിറഞ്ഞ കുഴിയുടെ ആഴം മനസ്സിലാക്കാതെ വാഹനം കടന്നുപോയപ്പോഴാണ് അപകടമുണ്ടായതെന്നാണ് വിവരം. ഇതോടെ വാഹന ഉടമയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടവും നേരിടേണ്ടി വന്നു. നവീകരണത്തിന്റെ ഭാഗമായി ചില ഭാഗങ്ങളിൽ റോഡിന്റെ ഒരു വശം മാത്രമാണ് ഗതാഗതത്തിനായി തുറന്നിട്ടിരിക്കുന്നത്. വലിയ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ ചെറുവാഹനങ്ങൾ ചെളി നിറഞ്ഞ വശങ്ങളിലേക്ക് മാറേണ്ടി വരുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. റോഡരികിലേക്ക് മാറിയ വാഹനങ്ങൾ ചെളിയിൽ താഴ്ന്നുപോകുന്നതും പതിവായിരിക്കുകയാണ്. അപകട സാധ്യതയുള്ള ഭാഗങ്ങളിൽ മതിയായ ബാരിക്കേഡുകളോ രാത്രിയിൽ വ്യക്തമായി കാണുന്ന മുന്നറിയിപ്പ് ലൈറ്റുകളോ ഇല്ലെന്നാണ് പരാതി. ചിലയിടങ്ങളിൽ പ്ലാസ്റ്റിക് വീപ്പകളും കയറുകളും ഉപയോഗിച്ചാണ് മുന്നറിയിപ്പ് ഒരുക്കിയിരിക്കുന്നത്. അതേസമയം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ റോഡിന്റെ വീതിയും നിലവാരവും ഗണ്യമായി മെച്ചപ്പെടുമെന്നും സുരക്ഷിതവും സുഗമവുമായ യാത്ര ഉറപ്പാക്കാനാകുമെന്നും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പറയുന്നു. എന്നാൽ നിലവിലെ പാതയുടെ തകർച്ച പരിഹരിച്ച് യാത്രാക്ലേശത്തിന് പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ആനക്കര ഗോവിന്ദകൃഷ്ണ സ്മാരക വായനശാലയിൽ സാഹിത്യ കൂട്ടായ്മയും കവിയരങ്ങും നടത്തി. എഴുത്തുകാരും കവികളുമായ ഹരി കെ പുരയ്ക്കൽ, സുന്ദരൻ മുണ്ട്രക്കൂട്, ശ്രീകല മനോജ്, KV ബിന്ദു, MG നിവേദിത, K ആര്യശ്രീ, പ്രസന്ന ആനക്കര, ജിൻസി സന്തോഷ്, ജയേന്ദ്രൻ മേലേഴിയം എന്നിവർ കവിതകളും കഥകളും അവതരിപ്പിച്ചു. പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ PV സേതുമാധവൻ കവിതകൾ പരിചയപ്പെടുത്തി. ഗായകനും സംഗീത സംവിധായകനുമായ ദേവരാജൻ ചോലയിൽ കവിതകൾ ചൊല്ലി. സുന്ദരൻ മുണ്ട്രക്കോട് പ്രസിദ്ധീകരിച്ച 2 നോവലുകളുടെ കോപ്പികൾ ലൈബ്രറിക്ക് വേണ്ടി താലൂക്ക് സമിതി അംഗം AV ഹംസത്ത് അലി മാസ്റ്റർ ഏറ്റുവാങ്ങി. ഹരി കെ പുരയ്ക്കൽ അധ്യക്ഷനായിരുന്നു. വായനശാല ജോയിന്റ് സെക്രട്ടറി ബാബു യൂസഫ് അലി സ്വാഗതവും PV ജലീൽ നന്ദിയും പറഞ്ഞു. കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ കൊടിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന നവീകരണ കലശം നാളെ സമാപിക്കും. ഈ മാസം 22 മുതലാണ് ക്ഷേത്രത്തിൽ നവീകരണ കലശം ആരംഭിച്ചത്.
മുണ്ടമ്പറ്റ കൊടിക്കുന്ന് ബോധിക്ഷേത്രത്തിൽ നടത്തിവരുന്ന അഷ്ടബന്ധ നവീകരണ കലശം നാളെ സമാപിക്കും. ഈ മാസം 22 മുതലാണ് ക്ഷേത്രത്തിൽ നവീകരണ കലശം ആരംഭിച്ചത്. ക്ഷേത്രം തന്ത്രി അഴകത്തെ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി രമേശൻ എമ്പ്രാന്തിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിവരുന്നത്. താന്ത്രിക ചടങ്ങുകൾക്ക് പുറമെ വിവിധ കലാപരിപാടികളും നവീകരണ കലശത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടത്തി വന്നിരുന്നു. തിരുവാതിരക്കളി, ഓട്ടംതുള്ളൽ, നൃത്തനൃത്യങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികളും ഇതിന്റെ ഭാഗമായി നടന്നു. മുപ്പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ നവീകരണ കലശം നടക്കുന്നത്. അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ പട്ടാമ്പി കാര്യദർശിയും NM രാജേന്ദ്രനുണ്ണി ചെയർമാനായും AP മണികണ്ഠൻ കൺവീനറും P ഉണ്ണികൃഷ്ണൻ ഗജാഞ്ചിയുമായുള്ള നവീകരണ കലശ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടക്കുന്നത്. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നിരവധി പുനരുദ്ധാരണ പ്രവർത്തനവും ക്ഷേത്രത്തിൽ നടത്തിവരുന്നുണ്ട്. ചൊവ്വാഴ്ച രാവിലെ നവീകരണ കലശത്തിന്റെ ഭാഗമായി വിശേഷ പൂജകളും ഉണ്ടാകും. അല്ലയോ ത്രിമൂർത്തി ശ്രേഷ്ഠന്മാരെ, നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും. വല്ലപ്പുഴ പഞ്ചായത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും നടത്തി. ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിലായിരുന്നു ഞാറ്റുവേല ചന്ത ഒരുക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. പാരമ്പര്യത്തെ ഊന്നിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള ഞാറ്റുവേലകളൊക്കെ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ പൂർവികർ അവരുടെ കൃഷി മേഖലയിലുള്ള അറിവും സമ്പത്തും നമ്മുടെ പുതുതലമുറയ്ക്ക് കൈമാറുന്നതിനും കൃഷിയോടെ യുവതലമുറയ്ക്ക് കൂടുതൽ അതിനോട് താല്പര്യപ്പെടുത്തുന്നതിനൊക്കെ ഇത്തരം മേഖലകൾക്ക് വലിയ പങ്കാണുള്ളത്. ഈ മേളയിലൂടെ ധാരാളം ഫലവൃക്ഷ തൈകൾ, അതുപോലെ പച്ചക്കറി തൈകൾ, അലങ്കാര തൈകളെല്ലാം
നമ്മുടെ കർഷകർക്കും പൊതുജനങ്ങൾക്കും ലഭ്യമാകും. ഇതിലൂടെ നമ്മുടെ ഓരോ കുടുംബത്തിലും അതുപോലെ നമ്മുടെ പച്ചക്കറി തോട്ടങ്ങളും അതുപോലെ ഫലവൃക്ഷ തൈകൾ നട്ടുകൊണ്ടും നല്ലൊരു മേഖലയായി മാറ്റാൻ സാധിക്കുമെന്ന് ആശംസിക്കുന്നു. അതുപോലെ ഈ ഒരു നമ്മുടെ ഭക്ഷ്യസുരക്ഷയും വിഷരഹിതമായ ഭക്ഷണവും ലഭ്യമാകുന്നതിനും ഇത്തരം പരിപാടികളിലൂടെ നമുക്ക് സാധ്യമാകും. നമ്മുടെ ഈ ഒരു മേളകളിലൂടെ നമ്മുടെ പൂർവികർ അവരുടെ അറിവും സമ്പത്തും യുവതലമുറകൾക്ക് നൽകുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലെ നല്ല രീതിയിൽ ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാനും സാധിക്കും. അതുപോലെ യുവാക്കള്, വിദ്യാർത്ഥികള്, അതുപോലെ സ്ത്രീകൾക്കൊക്കെ ഈ പച്ചക്കറി കൃഷിയോടും വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷിയോടൊക്കെ ഒരു പ്രോത്സാഹനം നൽകുന്നതിനും ഇങ്ങനെയുള്ള മേളകളിലൂടെ സാധിക്കും. വൈസ് പ്രസിഡന്റ് സി ജംസീന അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായ ഫെബിന, പ്രേമ, സഹദുള്ള, അഷ്റഫ് അലി, ഷീല ബാലൻ, ഹസ്ന ജമാൽ, വിജീഷ്, ഷംസുദ്ദീൻ, കെ വി നാസിർ, കൃഷി ഓഫീസർ യു വി ദീപ, സെയ്ദ് കോടനാട്, കുഞ്ഞു മുഹമ്മദ്, കെ അസീസ്, ഹസൈനാർ, രവി, കൃഷ്ണകുമാർ, സുബ്രഹ്മണ്യൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഞാറ്റുവേല ചന്തയിൽ വിവിധ നടീൽ വസ്തുക്കളും വിത്തുകളും ഉൾപ്പെടെയുള്ള സാമഗ്രികളാണ് ഉണ്ടായിരുന്നത്. കാർഷിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടായിരുന്നു കർഷക സഭ നടന്നത്. നിരവധി കർഷകർ പരിപാടിയിൽ പങ്കെടുത്തു. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചു. 34 ലക്ഷം രൂപ ചെലവഴിച്ച് പുതുക്കി പണിത 16-ാം വാർഡ് കോതച്ചിറയിലെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ സരിത നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ടി വി നിഷ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് കെ ടി മോഹൻദാസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ഹസീന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വെളിയംതടം മോഹനൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ലീൻ കേരളയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അതായത് പല വിധത്തിലുള്ള ഉപയോഗങ്ങളായിട്ടായിരിക്കും അത് പിന്നീട് വരിക. ബെഞ്ചുകളാണെങ്കിലും പൈപ്പുകളാണെങ്കിലും റോഡ് പണി ചെയ്യുന്ന സാധന സാമഗ്രികളൊക്കെ നമുക്കത് റീസൈക്ലിംഗ് ആയി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അപ്പൊ അതിനെല്ലാം ചുക്കാൻ വിളിക്കുന്നത് നമ്മുടെ ഹരിതകർമ്മ സേനയിലോ നമ്മുടെ സഹോദരിമാരാണെന്നത് നമുക്ക് നിങ്ങൾക്കവിടെ ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ കൈകേറി തരുന്നത് നിങ്ങൾക്കാണ് തരുന്നത്. നമുക്കറിയാം നമ്മള് മുക്കുപൊത്തി പോകും, നമ്മളോട് സൈഡിലൂടെ പോകുമ്പോൾ മുക്കുപൊത്തി പോകുമ്പോൾ നിങ്ങൾ രാമം പകലൊന്നും നോക്കാതെ മഴയും വെയിലും കാറ്റൊന്നും നോക്കാതെ എല്ലാ വീടുകളിൽ കയറി പ്ലാസ്റ്റിക് ഉണ്ടോ ചേച്ചി ചോദിച്ചു പോകും. ഓരോ വീട്ടിലും നല്ല അനുഭവങ്ങളായിരിക്കും. പക്ഷെ ഓരോ വീട്ടിലും ചില സമയത്ത് അവർക്ക് യൂസർ ഫീ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന യൂസർ ഫീ തരാൻ പോലും മടിക്കുന്ന ആളുകളുണ്ടാവും. പല അനുഭവങ്ങളാണ് നിങ്ങൾ നേരിടുന്നത്. നമുക്ക് നല്ല രീതിയിൽ തിരുവേഗപ്പുറയിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവേഗപ്പുറ യൂണിറ്റിന്റെയും അഹല്യ കണ്ണാശുപത്രി പാലക്കാടും വളാഞ്ചേരി നടക്ക ഹോസ്പിറ്റലും സംയുക്തമായാണ് തിരുവേഗപ്പുറയിൽ സൗജന്യ നേത്ര ചികിത്സയും രക്തനിർണയ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചത്. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജമീല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ടി പി കേശവൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ എം എസ് ശ്രീകുമാർ മുഖ്യാതിഥിയായി. പി കെ ബഷീർ, പി ഹാജറ, ഹസീന ബർദുദ്ദീൻ, കെ അബ്ദുൽ ഖാദർ, എം ടി താജുദ്ദീൻ, കെ പി റസാഖ്, അബ്ദുൽ ജബ്ബാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. ചെർപ്പ് വെങ്ങിണിശ്ശേരി സൗജന്യ പരിശീലന കേന്ദ്രമായ അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു. ഡോക്ടർ പ്രൊഫസർ പി വി കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. അഡാപ്റ്റ് സൊസൈറ്റി പ്രസിഡന്റ് എ വി സണ്ണി അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് മുഖ്യാതിഥിയായി. 60-ലധികം കുട്ടികൾക്കാണ് അഡാപ്റ്റ് സൊസൈറ്റി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരം ഭിന്നശേഷിക്കാർക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കാൻ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ സദസ്സും നടന്നു. എ എം വക്കച്ചൻ, സ്പെഷ്യൽ അധ്യാപിക ബിന്ദു കിഷോർ, വർഗീസ് സക്കര തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.